എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരാമർശം കിട്ടിയാൽ അതിൽ കയറി പിടിക്കുന്നത് തന്നെ തങ്ങളുടെ ഭാഗം ക്ലിയർ അല്ല എന്ന ബോധ്യം കൊണ്ടാണ് ഇടതുപക്ഷം അങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വിഷയം തന്നെയാണ്, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. PM ശ്രീ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടതിൻ്റെ പേരിൽ കിട്ടിയത് SSK ഫണ്ടാണ്. ഒപ്പിടാത്തത് കൊണ്ട് തടഞ്ഞു വെച്ചതും SSK ഫണ്ടാണ്. PM ശ്രീയുടെ ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് ആരംഭിച്ചു എന്ന് നമ്മളാരും പറഞ്ഞിട്ടില്ല, ആരംഭിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ആരംഭിക്കാൻ റെഡിയാണ്, തയ്യാറാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഗവൺമെൻറ് കരാർ ഒപ്പുവെച്ചു. ഏകപക്ഷീയമായ കരാർ ഒപ്പുവെച്ചു. ഏകപക്ഷീയമാണെന്ന് അറിഞ്ഞിട്ടും ഒപ്പുവെച്ചു. അങ്ങനെ കേരളത്തെ പ്രതിസന്ധിയിലാക്കിയത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയും ഇടതുപക്ഷവുമാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇനിയുള്ള വിഷയങ്ങൾ കിടക്കുന്നത്. അതാണല്ലോ ഇപ്പോൾ ഇവിടെ സബ് കമ്മിറ്റി വെച്ചിട്ടുള്ളത്. ആ സബ് കമ്മിറ്റി വെച്ചതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ വൈകാതെ നടക്കും. UDFിൻ്റെ MP ചോദിച്ചതിനുള്ള മറുപടി ആകെ ഒരു കൺക്ലൂഷനായിട്ട് പറഞ്ഞു, നിങ്ങളിതെന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നത്? അസംബ്ലിയിൽ ഞാൻ കൃത്യമായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് അത് ആവശ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തയ്യാറാണ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിന് അയച്ച കത്ത് അസംബ്ലിയിൽ ഞാൻ പ്രദർശിപ്പിച്ചതാണ്. 1. 2, ഇവരൊപ്പിട്ട മെമ്മോ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അത് അസംബ്ലിയിൽ ഞാൻ കാണിച്ചതാണ്. അതൊക്കെ ചർച്ച ചെയ്തതാണ്. പിന്നെ ഇപ്പം അതിനെ ഇങ്ങനെ ഓരോ നൊട്ടി ന്യായങ്ങൾ പറഞ്ഞ് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? എല്ലാവരും കൂടി ചോദിച്ചാൽ അല്ല, അങ്ങനെയല്ല. ഉപസമിതിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, അല്ലാതെ അതിൽ തർക്കങ്ങളൊന്നുമില്ല. കാരണം ഉപസമിതി ആളുകളെ കേൾക്കണം, ഇവിടുത്തെ വിവിധ സംഘടനകളെയും അതുപോലെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഇതിനകം ഞങ്ങളെടുത്ത് വന്നു. അപ്പോൾ ആ വശങ്ങളാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്, അല്ലാതെ ഉപസമിതി അംഗങ്ങൾ തമ്മിൽ ഇതിൽ തർക്കവും പ്രശ്നങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇതിനെതിരെ പറയുന്നില്ല എന്നുള്ളൊരു മറുപടി? അല്ല, മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം ഈ സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കിയെടുത്ത പക്ഷം പിന്നെ അഭിപ്രായം ഞങ്ങൾ എന്നും പറഞ്ഞതല്ലേ. ഇത്തരം PM ശ്രീ എന്നുള്ളത് ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കാനും തങ്ങൾ വെക്കുന്ന അജണ്ടകൾ നടപ്പാക്കണമെന്ന് കേന്ദ്രം ഒരു സംസ്ഥാനത്തോട് പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം അന്നും ഞങ്ങൾക്കുണ്ട്, ഇന്നും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അല്ല, ഇത്തരം നടപടികളോടായ എതിർപ്പ് തന്നെയാണുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇത്തരം കാര്യങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിൽ ചർച്ച വേണ്ടി വരുമല്ലോ, അതുകൊണ്ടുള്ളൊരു സാവകാശമാണ്. അപ്പോൾ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യാറുണ്ട്. അതിലെ ഓരോ പോയിന്റുകൾ, ഓരോ വശങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അന്ന് ഡൽഹിയിൽ പോയപ്പോഴും അതിൻ്റെ വശങ്ങളൊക്കെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡൽഹിയിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് ഇതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് അല്ല, SSK ആയിരുന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾ എന്താ പറഞ്ഞത്, SSK ഫണ്ടിൽ കേരളത്തിനുള്ള 1500 കോടി രൂപ നിങ്ങൾ തരണം. അത് PM ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുത്. സ്റ്റേറ്റിലെ ഓരോ കുട്ടിക്കും കിട്ടേണ്ട അവകാശമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. എന്ത് SSK ഫണ്ട് കിട്ടണമെന്ന് പറഞ്ഞതിന് ഞങ്ങൾ എതിർത്തിട്ടില്ല. കഴിഞ്ഞ ഗവൺമെന്റിന് SSK ഫണ്ട് കൊടുക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. SSK ഫണ്ട് കൊടുക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതൊക്കെ കാര്യങ്ങൾ വൃത്തിയിൽ പറയാൻ അവർക്ക് അറിയാത്തതുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും പറയാം. മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം, ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നത് PM ശ്രീ പദ്ധതിയുടെ ഒരു ഘട്ടം തുക സംസ്ഥാന സർക്കാർ കഴിഞ്ഞ LDF സർക്കാർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ വിദ്യാഭ്യാസ സഹമന്ത്രി പറയുന്നത് 1 രൂപ പോലും PM ശ്രീ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടില്ല. SSK ഫണ്ടാണ്. സുഹൃത്തെ, ഇത് ഞങ്ങൾ ആരും എവിടെയും പറഞ്ഞിട്ടില്ല. PM ശ്രീയുടെ പണം കിട്ടണമെങ്കിൽ PM ശ്രീ
വർക്ക് ചെയ്ത് തുടങ്ങണം. മനസ്സിലായില്ലേ? PM ശ്രീ ഒപ്പിടാത്തത് കൊണ്ട് 3 കൊല്ലം SSK ഫണ്ടാണ് ബ്ലോക്കാക്കി വെച്ചത്, തടഞ്ഞു വെച്ചത്. അത് ശരിയല്ല, ഒരുതരം ബാർഗൈനിങ് ആണ്. സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങളിൽ ഏറ്റവും മോശമായ ഒരു സംഗതിയാണ്. ഇതൊക്കെ ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ്. 1500 പരം കോടി രൂപ ഈ PM ശ്രീ ഒപ്പിടാത്തതിൻ്റെ പേരിൽ ബ്ലോക്കാക്കി വെച്ചതാണ്. ഈ MOU ഒപ്പിട്ടപ്പോൾ 99 സബ്ജക്റ്റ് വെരിഫിക്കേഷൻ നോക്കണം. ഏതായാലും 100 കോടിയിൽ താഴെ പിന്നെ SSKക്ക് റിലീസായിട്ടുണ്ട്. അത് ഇത് ഒപ്പിട്ടതിന് ശേഷമാണ്. പിന്നെ ഒന്നും തന്നിട്ടില്ല. എന്നാൽ നമുക്ക് ഇതിൻ്റെ തുടർ കാര്യങ്ങൾക്ക് കത്ത് വരുന്നുണ്ട്. നിങ്ങൾ ഒപ്പിട്ട മെമ്മോ പ്രകാരമുള്ള തുടർ പരിപാടികൾ ആരംഭിക്കണം, തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഈ മെയ് മാസത്തിലും കത്ത് വന്നിട്ടുണ്ട്. അന്ന് ഒപ്പിട്ടു, പക്ഷെ പിന്മാറാനും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനുമുള്ള അവകാശം സർക്കാരുണ്ട്. അന്ന് LDF സർക്കാർ അത് ചെയ്തു. ഇന്ന് എന്തുകൊണ്ട് ഈ നിലപാടിന്റെ പേരിൽ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാതെ അല്ലെങ്കിൽ അതിന് പിന്മാറാൻ തയ്യാറാകാതെ UDF സർക്കാർ ഇത്തരത്തിലൊരു അഭിപ്രായ വ്യത്യാസം ഉന്നയിക്കുന്നതാണ്? ഞങ്ങളതിപ്പം സാധ്യതയുണ്ടോ? അല്ല, പിന്മാറാൻ കഴിയാത്ത കരാറല്ലേ അദ്ദേഹം ഒപ്പിട്ട്. അദ്ദേഹം കരാറിന് പിന്മാറിയിട്ടില്ലല്ലോ. എന്നാൽ പോകുന്നതിന് മുമ്പ് അവർക്ക് പിന്മാറാമായിരുന്നില്ലേ? ക്യാപ്റ്റൻ അബേൻസ് എന്ന് പറഞ്ഞാൽ എന്താ? തൽക്കാലം കാര്യങ്ങളൊന്ന് നീട്ടിവെക്കുക, ഒന്ന് മാറ്റിവെക്കുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ പിൻവാങ്ങുന്നു പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? അല്ല, എന്താ സംശയം? എന്നാ അവര് പിൻവാങ്ങണമായിരുന്നല്ലോ. പിൻവാങ്ങിയോ? ഇടതുപക്ഷം പിൻവാങ്ങണമായിരുന്നു. എന്തുകൊണ്ട് പിൻവാങ്ങിയില്ല? തൽക്കാലം മാറ്റിവെക്കാനേ പറഞ്ഞുള്ളൂ. അല്ല, അതിൽ ഇപ്പോൾ ഈ വഖഫിൻ്റെ പേരിൽ വലിയ വർത്തമാനം പറയുന്ന ഇടതുപക്ഷം, അല്ല, ഞാനതിൻ്റെ നിങ്ങൾ ഇന്ന് തന്നെ കാണാമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ശരിക്കും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 2024 ഡിസംബറിൽ വഖഫ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ പുതിയ വഖഫ് നിയമം പാസ്സാകുന്നത് 2025 ഏപ്രിലാണ്. അപ്പോൾ 24 ഡിസംബർ കഴിഞ്ഞ് 25 ഏപ്രിൽ ആകുന്നതിനിടയിൽ 4 മാസമുണ്ട്. ഈ 4 മാസത്തിനിടയിൽ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ പഴയ നിയമപ്രകാരമുള്ള വഖഫ് ബോർഡാണ്. അവിടെ ഈ പറഞ്ഞ യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ അത് ചെയ്തില്ല. ഈ പഴയ രീതിയിൽ പുനഃസംഘടിപ്പിക്കാതെ പുതിയ നിയമം വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള തെറ്റായ രീതിയിലുള്ള പുനഃസംഘടന ഇടതുപക്ഷ സർക്കാർ നടത്തിയത്. അപ്പോൾ എല്ലാത്തിലും വീഴ്ചകളൊക്കെ അപ്പുറത്താണ്. എന്നിട്ട് പ്രതിപക്ഷത്തായപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ വലിയ കുറ്റപ്പെടുത്തൽ ഇങ്ങോട്ട് നടത്തുകയാണ്. അതാണ് നടക്കുന്നത്. അത് അവിടെയല്ലേ ചോദിക്കണ്ടേ? ഞങ്ങൾ ആ UDF കമ്മിറ്റിയിലില്ല. സ്വാഭാവികമായും UDFന്റെ യോഗം ചേരുമ്പോൾ എല്ലാ പ്രധാന വിഷയങ്ങളും ചർച്ചയ്ക്ക് വരുമല്ലോ. അയ്യോ, എന്തിനു ഭയപ്പെടണം? എന്തിനു ഭയപ്പെടണം? കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ 2 കാര്യത്തിലും മൗനം പാലിച്ചിട്ടില്ല. ഇതിലൊക്കെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ PM ശ്രീയെക്കുറിച്ച് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത ദിവസം വഖഫിനെ കുറിച്ച് ചോദിച്ചപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അഭിപ്രായം പറയാതെ മാറി നിന്നു, അല്ലെങ്കിൽ ഓടി ഒളിച്ചു, മൗനം പാലിച്ചു എന്നൊക്കെ പറയുന്നതൊന്നും ശരിയല്ല. അല്ല, അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ പ്രസംഗ ശൈലിയിൽ പറയുന്നതാണ്. അതിൻ്റെ അർത്ഥം അതിവിടെ നടപ്പാക്കാൻ സമ്മതിക്കൂല എന്നുള്ളതാണ്. പക്ഷേ നടപ്പാക്കേണ്ട കാര്യത്തിൽ ഒരു പ്രതിസന്ധി ഇവരുണ്ടാക്കിയല്ലോ. അതാണല്ലോ ഇപ്പം ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം.